എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ഹോപ്പ് ടോപ്പ് സ്റ്റൗവിനെ അതിൻ്റെ മോഡലാകെ മാറ്റട്ടോ. അതിൻ്റെ സാധാ നമ്മളെ ബ്രാസ് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പറഞ്ഞു തരുന്നുണ്ടോ? അപ്പോൾ ഗൈസ് 3 ബർണറുള്ള ഹോപ്പ് ടോപ്പ് സ്റ്റൗ ഗ്ലാസിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ ബർണറൊക്കെ ബ്ലിങ്കായിട്ട് അത് പുറത്തേക്കാണ് കത്തുന്നത്. അപ്പോൾ ഈ സാധനം നമുക്ക് മേടിക്കണതിൻ്റെ ഒരു സെറ്റിന് നല്ല എമൗണ്ട് വരും. അപ്പോൾ സ്റ്റൗവിൻ്റെ 3 ബർണർ മാറ്റണമെങ്കിലോ ഏകദേശം നല്ലൊരു എമൗണ്ട് വരും. ഞാൻ ഈ ഒരു സ്റ്റൗവിനെ മാറ്റാൻ പോവാണ്. ഇതിൻ്റെ മുകളിലത്തെ എല്ലാം മാറ്റിയിട്ട് പുതിയ മോഡലാക്കാൻ പോകട്ടോ. ആ ഒരു വീഡിയോ ഇപ്പം ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ആ ബർണറൊക്കെ മാറ്റി വെച്ചു. അങ്ങനെ ഈ സ്റ്റീൽ പ്ലേറ്റ് അയച്ചെടുത്ത് നമ്മൾ ഈ ഗ്ലാസ് ഇതിവിടുന്ന് മാറ്റി വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഈ കോപ്പറുകളും അതുപോലെ തന്നെ ഇതിൻ്റെ ഓസുകളൊക്കെ ചെറിയ ചെറിയ ഗ്യാസ് കണക്ട് ചെയ്യുന്ന ഓസുകൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളിനി വേറൊരു മോഡല് ബ്രാസ് സെറ്റ് ബേസൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള ആദ്യത്തെ സ്റ്റൗവിൻ്റെ എല്ലാ സാധനങ്ങളും അയച്ച് മാറ്റി ഗ്ലാസ്സും നമ്മൾ എടുത്തു വെച്ചു. ഇനി നമ്മൾ അടുത്ത പരിപാടി കേട്ടോ. അത് പെട്ടെന്ന് ഞങ്ങളെ കാണിക്കാം. കാരണം ഇതിൻ്റെ ഉള്ളിൽ വർക്ക് നടത്തുന്നത് ഞാൻ കാണിക്കുന്നില്ല. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അത് മോഡൽ മാറ്റി കഴിഞ്ഞിട്ടോ. അപ്പോൾ ഒരു ദിവസത്തെ മെനക്കാടാണ് ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ അത് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ പ്ലേറ്റിന് റൗണ്ടിൽ കട്ട് ചെയ്ത് പുതിയ ബേസ് അലുമിനിയത്തിൻ്റെ പുതിയ ബേസ് സെറ്റ് ചെയ്തു. അതിന് സ്ക്രൂ ചെയ്തു. ഇനി നമ്മളിതിന് മുകളിൽ ബ്രാസ് വെക്കുക കേട്ടോ. നമ്മൾ സ്റ്റീൽ സ്റ്റൗ ഉണ്ടല്ലോ സാധാ, അതിന് വെക്കുന്ന ബ്രാസും അതുപോലെ ഗ്ലാസ് ടോപ്പിന് വെക്കുന്ന ബർണർ ബ്രാസ് അതും ഇതിന് സ്യൂട്ടാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഏത് ഷോപ്പ് പോയാലും ഈ സാധനം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മേടിച്ച് ഫിറ്റ് ചെയ്താൽ മതി. മറ്റേതങ്ങനല്ല. അത് മൊത്തത്തിൽ മാറ്റി വരുമ്പോൾ അത് ബുക്ക് ചെയ്ത് വരുമ്പോഴത്തേനൊക്കെ കുറേ സമയമെടുക്കും. അതിന് റേറ്റും കൂടുതലായിരിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് ഏത് ഷോപ്പിലും കിട്ടും ഈ ബർണർ. അപ്പോൾ അത് വെച്ച് നമുക്ക് ഇങ്ങനെ ചെയ്താൽ നമുക്ക് കംപ്ലൈൻ്റൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് മേടിച്ചിട്ട് ഇതിന് കൊടുന്ന് ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റാൻഡാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ റിങ് ഇട്ട് കഴിഞ്ഞു. സ്റ്റാൻഡ് ആദ്യത്തെ സ്റ്റാൻഡ് വെക്കുമ്പോൾ നമ്മളിതിന് ലെവലാക്കിയിട്ട് തന്നെയുള്ള ബേസൊക്കെ ഉണ്ടാക്കിയെടുക്കണം. അത് കട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും. വൈറ്റ് കൂട്ടാനും ഇതിനോടനുസരിച്ച് ഈ സ്റ്റാൻഡിന് ഒപ്പിച്ചുള്ള ബ്രാസ് സെറ്റ് തന്നെ ബേസ് അടക്കം വേണം. അപ്പോൾ അതിൻ്റെ നോബ് സെറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ നോബ് തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിത് എങ്ങനെ ഫ്ലെയിമൊക്കെ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോക്ക് നിങ്ങൾ അടിപൊളി കേട്ടോ. 3 ബ്രാസും സെറ്റ് ചെയ്തു. റെഗുലേറ്റർ ഓൺ ചെയ്തു. ഇനി നമ്മൾ നോബ് ഓണാക്കി ലൈറ്റായിട്ട് ഫ്ലെയിം നോക്കി. സൂപ്പറാട്ടോ. ആ നല്ല നീല കളർ നോക്കി. 4 അതായത് ജംബോ ബ്രാസ് അതിൻ്റെ മിനി ബ്രാസ് 3ഉം നല്ല ഒരേ ലെവലിൽ അതിൻ്റെതായ ഫ്ലെയിമിൽ ഭംഗിയോടെ തന്നെ അത് കത്തുന്ന വീഡിയോ ആണ് കാണുന്നത്. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള കംപ്ലൈൻ്റ് ആയി കിടക്കുന്ന സ്റ്റൗ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യട്ടോ. നിങ്ങൾ ഈ കാണുന്ന താഴെ കാണുന്ന നമ്മൾ വിളിച്ചാൽ മതി. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം ഇതുപോലെയൊക്കെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട്.